പൊളിറ്റിക്കൽ കറക്ഷൻ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നീ പറയുന്ന പോലെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്നതിന് സൗകര്യൻ്റെ കേട്ടാൽ മതി. ഇതിപ്പം ഞാനിരുന്ന് വിലയിരുത്തുന്നല്ല. ഇപ്പം ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിക്കാറില്ല, പിന്നെ ഞാൻ ആരെ പറ്റിയും ചിന്തിക്കാറില്ല. ശ്രീ ലാൽ ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, രഞ്ജൻ പ്രമോദ് ആസ് എ ക്രിയേറ്റർ മീശ മാധവൻ്റെ ഔട്ടിൽ അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല. മീശ മാധവൻ്റെ ഔട്ടിലെ തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്രയും ഇറോട്ടിക്കായിട്ടും റൊമാൻറ്റിക്കായിട്ടുമുള്ള ഒരു സീനാണ് അത് എന്ന് ഞാൻ കരുതുന്നിടത്താണ് ആ അരഞ്ഞാണത്തിൻ്റെ വലിപ്പവും മയിൽപ്പിയുടെ വലിപ്പവും റേപ്പിനെ കുറിച്ചുള്ള പരാമർശവും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ആ അസ്വസ്ഥത ഞാൻ പ്രകടിപ്പിച്ചതിൽ തെറ്റില്ലല്ലോ. ഇല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ മാറ്റർ അല്ല അത്. അവളെ കാണുന്ന സമയത്ത് റേപ്പ് ചെയ്യണമെന്നാണോ ഇവന് തോന്നണ്ടേ? കിടക്കുന്ന കണ്ട തോന്നുന്നു നല്ല താമരമട്ട് പോലെ കൂമ്പിയ കണ്ണുകളും എന്ന് പറയുന്ന സമയത്ത് അതിലൊരു ഡബിൾ മീനിങ് അടക്കമുള്ള ഒരു സാധനം ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ഒരു കഥ മുഹമ്മദ് നബി അല്ല കേട്ടോ, വെറുതെ പറഞ്ഞ എൻ്റെ കൈയും കാലും വെട്ടാനുള്ള പണിയാക്കല്ലേ. ഇനി നിൻ്റെ ക്രിറ്റിസിസത്തിന് എനിക്ക് പേടിയില്ല, നീ വിമർശിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ഹിറ്റ് പടം എഴുതിയിട്ടുള്ള ഒരു തിരക്കഥാകൃത്ത്, ഒരു കൊള്ളാവുന്ന ഒരു ഡയറക്ടറും കൂടി ആയിട്ട് ഒരു പടം പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ക്രിപ്റ്റ് ഇനി വായിക്കാൻ ആരും ബാക്കിയില്ല. അതൊരു സിനോപ്സിസൊക്കെ എഴുതിയിട്ട് ഇമെയിലോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് അത് ഒരു 10 ആൾക്കാരെടുത്ത് ഇയാൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വായിച്ചു നോക്കുക. ഇതൊക്കെ ഇപ്പോൾ സിനിമയോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇതൊക്കെ സ്വന്തം വായിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇവരൊക്കെ എന്തിന് നടന്മാരാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരാണെന്ന് പറഞ്ഞിട്ടോ നടക്കുന്നത്. ലോകത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചുമ്മാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നിനക്ക് ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990 കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ മനോധർമ്മത്തോടുകൂടി വെളിച്ചത്തിൻ്റെ ഈ മായാജാലകം നമുക്ക് തുറന്നു വയ്ക്കാം. ഫോട്ടോഗ്രാഫർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നരിവേട്ട കണ്ടപ്പോൾ മുതൽ ഫോട്ടോഗ്രാഫർ റീവാച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജൻ പ്രമോദിനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ക്ലോസ് ആൻഡ് പേഴ്സണൽ പോഡ്കാസ്റ്റിൽ അതിഥിയായി അദ്ദേഹമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്നെ കുറേ വട്ടം ആലോചിപ്പിച്ചിട്ടുള്ളൊരു വരികളാണത്. നരിവേട്ട കണ്ടപ്പോൾ ഒന്നുകൂടി ഫോട്ടോഗ്രാഫർ പോയി കണ്ടു. രണ്ടിലും സമാനമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. നരിവേട്ട കുറച്ചുകൂടി ഇതിന് ഒരു വലിയ കൊമേഴ്ഷ്യൽ ആംഗിളിൽ പറഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർ അവിടെ പറഞ്ഞു വെച്ചത് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇതാണ് നടന്നത്, ഇതിൻ്റെ കാരണം ഇതായിരിക്കാമെന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ബോധർ ചെയ്തിട്ടുള്ളൊരു ചോദ്യം ഇതാണ്. അത് രഞ്ജൻ പ്രമോദിനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഫോട്ടോ എടുത്തത് കൊണ്ടാണോ വൈൽഡ് ലൈഫ് സാധാരണ ആളുകളുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കയറിയത്, അത് അവരെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യം ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ അവരെ ഒരു എന്താ പറയേണ്ടത്, ഒരു മ്യൂസിയത്തിലൊക്കെ പോയി കാണുന്നത് പോലെ ഒരു പരിഷ്കൃതരായ, നമ്മളൊക്കെ ഒരു പരിഷ്കൃതരായ ആൾക്കാർ, അവർ പരിഷ്കാരമില്ലാത്തവർ എന്നുള്ള ഒരു ആംഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആളുകളെ. സിമ്പതിയോടുകൂടെ കാണുക എന്ന് പറയുന്ന ഒരു കാര്യം, സിമ്പതി എന്ന് പറയുന്നത് അല്ല നമുക്ക് വേണ്ടത് എമ്പതിയാണ്. ഈ സിമ്പതി എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊരു വലിയ ആൾ, അയാൾ ഒരു ദയ അർഹിക്കുന്ന ആൾ, അയാൾക്കിപ്പോൾ എൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സിമ്പതി തോന്നുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാനൊരു വലിയ ആളാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ സിമ്പതി ഉണ്ടാകുന്നത്. എമ്പതിയാണ് അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തത് കൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫ് ഡിസ്റ്റർബ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിഷ്കൃത ജീവിതം എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്തേക്ക് എന്ന് വെച്ചാൽ പലപ്പോഴും അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികളും അവർക്ക് വേണ്ടി നമ്മൾ പരിഷ്കൃത സമൂഹമെന്ന് സ്വയം ധരിച്ച് വശമായിരിക്കുന്ന ആളുകൾ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് അവർക്ക് വേണ്ടതാണോ, അവർക്ക് അനുയോജ്യമായതാണോ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വേണ്ടത്ര പഠനം നടത്തിയിട്ടൊന്നും അല്ല അത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ കോടികളുടെ വെട്ടിപ്പാണ്. കാരണം അതിൽ എപ്പോഴും കാരണം എന്താ വെച്ചാൽ അത് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അവരെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം വെട്ടിപ്പുകൾ പലതും നടക്കും. കാനേഷുമാരിൽ കണക്കില്ലാത്തവർ എത്ര ആൾക്കാർ മുഴുവനുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല അവരെ പറ്റിയിട്ട്. ഇപ്പോൾ അതിൽ ചെറുതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കാലം ഒരുപാട് മാറിയല്ലോ. ഫോട്ടോഗ്രാഫർ എടുക്കുന്നത് 10-20 വർഷം മുമ്പല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അതിൽ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ ചെറുതായിട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വലുതായിട്ടൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. ഈ ഫോട്ടോഗ്രാഫറിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു കഥ
ഈ പാല് കൊണ്ടുവരാൻ കാട് കിടക്കുന്ന ഒരു ചെറുക്കനെ ഒരു ദൈവം വന്ന് സഹായിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ ഒരു കഥ ഞാൻ ചെറുപ്പത്തിൽ എവിടെയോ പഠിച്ചതുപോലെയോ സ്കൂളിൽ പഠിച്ച പോലെയോ അങ്ങനെയുള്ളതായിട്ടുള്ളൊരു കഥയാണ്. അല്ലാതെ ഇനി ആരോ എനിക്ക് പറഞ്ഞു തന്ന കഥയാണെന്ന് എനിക്കറിയില്ല. പാല് കൊണ്ടുപോകാൻ പോകുന്ന ഒരാളെ നിത്യവും ഇങ്ങനെ കാട് കടത്തി വഴി കാണിച്ചു കൊണ്ടിട്ടുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. പിന്നീട് അത് ദൈവമായിരുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നുള്ള പോലെയാണ് അതിൻ്റെ ഒരു ഓർമ്മ. അത് ഒരു ഇൻസ്പിറേഷനായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ, അങ്ങനത്തെ ഒരു പയ്യൻ എന്നുള്ള ആ ഒരു എലിമെൻറ്റിൽ. ഈ ആ ദൈവം കൃഷ്ണനായിരുന്നു എന്നുള്ളതായിരുന്നല്ലോ സങ്കല്പം. ഈ മീശമാധവന്റെ കാര്യം പറയുന്ന സമയത്തും അതൊരു കൃഷ്ണൻ രുക്മിണി റിലേഷൻഷിപ്പായിട്ട് ആണ് പറയുന്നത് എന്നോട് തന്നെ. അല്ല, അത് വളരെ നമ്മളത്രയും അങ്ങനെ ഇതായിട്ട് നോക്കിയിട്ട് ചെയ്തതൊന്നുമല്ല. അത് കൃഷ്ണനായിരിക്കണം രുക്മിണി ആയിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. അത് അതിൻ്റെ ഉള്ളിൽ വെറുതെ നമ്മൾ മനസ്സിലത് കണ്ണൻ മാധവൻ എന്നുള്ള പേര് ആവുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. അല്ലാതെ കൃഷ്ണന്റെ കഥയിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ഒരു പാരലലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. ഇപ്പോൾ ബേസിക്കലി നാട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കള്ളൻ എന്ന് ഒരു ലൈൻ പറയുമ്പോൾ അങ്ങനെ ഒരു കള്ളനുണ്ടോ? കള്ളനെ ആൾക്കാർക്ക് ഇഷ്ടാവുമോ? നാട്ടുകാർക്ക് ഇഷ്ടമല്ലല്ലോ കള്ളനെ. പിന്നെ എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കള്ളൻ എന്ന് പറയുക? ആരാണ് അങ്ങനെ നാട്ടുകാർക്ക് ഇഷ്ടമുള്ള കള്ളൻ എന്ന് ചോദിക്കുമ്പോഴാണ് ഇല്ല, നാട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കള്ളനുണ്ട്, അത് കള്ളക്കണ്ണനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് അപകടകരമല്ലാത്ത മോഷണങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുഴപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഭീകരമായ കള്ളന്മാരും ഭീകരമായ കൊള്ളക്കാരുമാണ്. അപ്പോൾ ഇയാളുടെ മോഷണവും കളവ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായ കള്ളമായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുപോയത്. ഈ സ്വന്തം സംവിധായകനായി മാറിയപ്പോഴേ സ്വയം സൃഷ്ടികൾക്കൊക്കെ തന്നെ ഡയലോഗുകൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം മതി, വിഷ്വലിലൂടെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആ വിഷയം ഡിമാൻഡ് ചെയ്യുന്ന നറേറ്റീവ് അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 0 Point Baby ആയാലും ശരി, അല്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള രക്ഷാധികാരി ബൈജു ആയാലും ശരി, കഥ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ഡയലോഗുകളുള്ളൂ. ഇതേ ആൾ തന്നെയാണ് തീർന്നു ഈ ജന്മത്തിലെ ബന്ധങ്ങളെല്ലാം പോലത്തെ ഡയലോഗുകൾ എഴുതുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാധവൻ കള്ളനാ പക്ഷേ മാധവൻ കെട്ടൊന്നും ചേക്കോട്ട് പുറത്തു പോയില്ല എന്ന് പറയുന്നത്. അത് കാലത്തിൻ്റെ മാറ്റമായിരുന്നു. ഡയലോഗുകൾ വേണ്ട, വിഷ്വൽ മതി എന്നുള്ളത്. അത് എന്തായിരുന്നു അതിൻ്റെ കാര്യം? ഇല്ല, അങ്ങനെ ഡയലോഗുകൾ വേണ്ട, വിഷ്വലുകൾ മതി എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ വന്നിട്ടേ ഇല്ല, ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വെർബോസ്, അതായത് ഡയലോഗുകളിലൂടെ കഥ പറയുന്നതായിരുന്നു സിനിമയുടെ രീതികൾ. കാരണം എന്താ വെച്ചാൽ നാടകത്തിൽ നിന്നും നോവലിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാരാണ് മലയാള സിനിമയിലെ എഴുത്തുകാരായി വരികയും ചെറുകഥാകൃത്തുക്കൾ അങ്ങനത്തെ സാഹിത്യത്തിലുണ്ടായിരുന്ന ആളുകളാണ് സിനിമയിലേക്ക് വന്നിട്ട് നമ്മുടെ സിനിമയുടെ ചരിത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഡയലോഗിലൂടെ ആയിരിക്കും കുറേ കഥകൾ പറഞ്ഞു പോകുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് മീശമാധവൻ മുതലിറങ്ങുന്ന സമയത്ത്. മീശമാധവനിലും അങ്ങനെ ടോട്ടൽ ഡയലോഗിലൂടെ കഥ പറയുക എന്നുള്ള, ഡയലോഗിലൂടെ അതിൽ പറയുന്നുണ്ടെങ്കിലും കുറെ കൂടെ സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വലാണ്, അതിനൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ബോധം ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഔട്ട്ഡോറിലുള്ള സിനിമയും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സിനിമയും വിഷ്വലി റിച്ച് ആയിട്ടുള്ള സിനിമകൾ. അത് ഞാൻ എഴുതിയ സിനിമകളിലെല്ലാത്തിലും അങ്ങനെ തന്നെ, നരൻ്റെ അകത്തായാലും ഇതിൻ്റെ അകത്തായാലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ വിഷ്വൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത അപ്പോഴേ ഉണ്ട്. പിന്നെ ഡയലോഗിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടാവാം, എൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇവോൾവ് ആയി വന്നിട്ടുണ്ടാവാം. കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ മറ്റൊരു ഡയറക്ടർ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ എഴുതി കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തു മാറിയാലും അതിൻ്റെ കൊണ്ട് വേറെ കുഴപ്പങ്ങളുണ്ടാവരുത്. അതിൻ്റെ അർത്ഥം തെറ്റി വായിക്കപ്പെടരുതാത്ത അത്ര സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാറില്ല ഞാൻ പൊതുവേ. അതൊരു അമ്പിളി അമ്മാവൻ കഥ പോലെ ആണ് എടുക്കുക. അതിന് ജീവിതവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ജീവിതവുമായി ബന്ധമുണ്ടെന്ന് അതിനെ തോന്നിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു പാരബിൾ പോലെയാണ് പൊതുവെ എൻ്റെ കഥകളൊക്കെ. ഇപ്പം മീശമാധവനായിക്കോട്ടെ, നരനായിക്കോട്ടെ, മനസ്സിനക്കര ആയിക്കോട്ടെ, അച്ചുവിൻ്റെ അമ്മ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു സാരോപദേശ കഥയുടെ ഒരു പാരബിളിൻ്റെ സ്വഭാവത്തിലാണ് ആ കഥകളൊക്കെ ഉള്ളത്. വേറെ ഞാൻ സംവിധാനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ അകത്ത് എല്ലാ കാര്യത്തിലും എനിക്ക് ഫ്രീഡം ഉണ്ട്. അതായത് സിനിമയെ എഴുതുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ വെച്ച് സിനിമയെ ഞാൻ നിർത്തി, ഞാൻ അവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നെ സംവിധായകൻ്റെ കൊടുക്കുകയാണ്. പിന്നെ സംവിധായകൻ നോക്കി വളർത്തുകയാണ്. ഒരു പെറ്റമ്മയും ഒരു പോറ്റമ്മയും പോലെ അങ്ങനെ വളർത്തുകയാണ്. വേറെ എനിക്കതിലപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഷോർട്ട് ലെൻസ് കൊണ്ടാണ് കഥ പറയുന്നത്. അപ്പോൾ ലെൻസിങ്ങും അത് ഏത് റേഞ്ചിൽ നിന്ന് കാണണം എന്നുള്ളതൊക്കെ സിനിമയുടെ നെറേറ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ബോധം എനിക്ക് വളരെ നേരത്തെ തന്നെ ഉണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫർ എടുത്ത് കണ്ടു കഴിഞ്ഞാലും ഉണ്ട്. ഞാൻ സംവിധാനം ചെയ്ത് തുടങ്ങി ഇപ്പോൾ തന്നെ കാണാൻ തുടങ്ങും. അതെനിക്ക് വളരെ നേരത്തെ ഉണ്ട്. പക്ഷേ നാട്ടിലുള്ള സമ്പ്രദായം അങ്ങനെയൊന്നും അല്ല.
ആ രീതിക്കല്ല ഇവിടെയുള്ള സംവിധായകരോ ഇവിടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരോ സിനിമയെ സമീപിച്ചുകൊണ്ടിരുന്നത് ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ഭയങ്കര മാറിക്കൊണ്ടാണ് ഇവിടെയുള്ള സിനിമേൻ്റെ. അപ്പോൾ ഞാൻ ഇതിനോട് അഡാപ്റ്റ് ചെയ്ത് ചെയ്യുക ചെയ്തത്. ഇപ്പോൾ ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒരുപാട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും നായകന്മാരുടെ ഫാനായിട്ട് നടക്കുന്ന ആളോ അങ്ങനത്തെ ഒരു സിനിമ ഇങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങി പോയി കാണുന്ന ആളൊന്നും ആയിരുന്നില്ല. വളരെ ചെറുപ്പം മുതലേ തന്നെ എനിക്ക് ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ, ലോക ക്ലാസിക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു ഫിലിം എഡ്യൂക്കേഷനിലൂടെയാണ് ഞാൻ വന്നത്. ആ ഫേവറേറ്റ് എന്നുള്ളതല്ല, ഞാൻ ഇവിടെയുള്ള എഴുത്തുകാരെ പറ്റിയോ സംവിധായകരെ പറ്റിയോ ഒന്നും എൻ്റെ വാക്കുകളിൽ എവിടെയും വരൂല. അതിപ്പോഴും ഞാൻ സംസാരിക്കുന്നവർ അങ്ങനെ വരും. ഇൻ്റർനാഷണൽ പഴയ ഡയറക്ടേഴ്സും ഇൻ്റർനാഷണൽ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പേരുകൾ എൻ്റെ നാക്കിൽ വരും. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 60കളിലൊക്കെ ചെയ്ത സിനിമകളുടെ അകത്തുള്ള ഒരു ഇമേജ് പോലത്തെ ഒരു ഇമേജെങ്കിലും ഒരു ഷോട്ടെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം മരിക്കുന്നതിൻ്റെ മുമ്പേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഷോട്ട് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കസാബ്ലാങ്കയിലെ ഒരു ഷോട്ട് എന്നുള്ള പോലെയല്ല ഷോട്ടിൻ്റെ. അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾക്ക് ഇവർ ജീവൻ കൊടുക്കുന്നത് എന്നുള്ളത്. ക്യാരക്ടേഴ്സ് ആർ ബ്രീത്തിങ്, അവർക്ക് ജീവനുണ്ട് കഥാപാത്രങ്ങൾക്ക്. അത് പഴയ നമ്മൾ സൈലൻറ്റ് സിനിമേൻ്റെ അകത്ത് പോലും നോക്കിയാലും നമുക്ക് കാണാം. അപ്പോൾ ചില സൈലൻറ്റ് സിനിമകളൊക്കെ ഉണ്ട്, എക്സ്പ്രഷൻ സിനിമകളൊക്കെ, ഡയലം ഫോർ മേർഡർ എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകളും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയുള്ള ഒരു ഇമേജിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ലൈഫ്, ബ്രീതിങ് ക്യാരക്ടർക്ക് ശ്വാസമുണ്ട്, അവർ ശരിക്കും ജീവനുള്ളവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവരുടെ സൈക്കോളജി കറക്റ്റാണ്, അവരുടെ തിങ്കിങ് കറക്റ്റാണ്, അവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് കറക്റ്റാണ്. അത്രയും എങ്ങനെയാണ് അത്രയും സൂക്ഷ്മമായി കൊണ്ടൊരു കഥാപാത്രത്തെ നിർമ്മിക്കുന്നത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. പഴയ ഇപ്പോൾ അഗീറെ ദ റാത്ത് ഓഫ് ഗോഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇയാളെ കൊണ്ട് ഇത് അഭിനയിപ്പിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടാവുക എന്ന് ഇപ്പോഴും അത്ഭുതം തോന്നുന്നു നമുക്ക്. 60കളിലെ സിനിമയാണതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളോട് അത്തരത്തിലുള്ള ഇമേജുകളോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാഷനും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹവും അതിനോടാണ്. പക്ഷേ നമ്മുടെ നാട് ഇതിന് വളവുമില്ല വെള്ളവുമില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ്. കണ്ടിട്ടുണ്ട്, അതൊക്കെ തന്നെ ഞാൻ കണ്ടിരിക്കുന്ന സിനിമകൾ. ഞാനൊക്കെ എല്ലാം റെട്രോസ്പെക്റ്റീവാണ് കണ്ടത്. എല്ലാ മെയിൻ മാസ്റ്റേഴ്സിൻ്റെയും ഒരുവിധം എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. റെട്രോസ്പെക്റ്റീവാണ് കാണുന്നത്. ഒരു പാക്കേജ് എടുത്താൽ അത് അങ്ങനെ കാണുക ചെയ്യുന്നത്. ഇത് വർഷം ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു 80കൾ 90കളാണല്ലോ. 90കൾ 80കളുടെ അവസാനവും 90കളും എന്നാണ് ഉള്ളത് എൻ്റെ 90കളിൽ. അപ്പം ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ അങ്ങനെ സിനിമകൾ കാണുന്നതാണ്. അന്നിപ്പോൾ ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ, നമുക്ക് സിനിമ കാണാനുള്ള സൗകര്യമൊന്നുമില്ല. ഒഡേസയായിരുന്നു എൻ്റെ തട്ടകം. ഒഡേസയിൽ ഞാൻ പോകുന്ന സമയത്ത് ജോൺ എബ്രഹാമൊക്കെ എൻ്റെ കാലം കഴിഞ്ഞു. ജോൺ എബ്രഹാം മരിച്ചു. അതിനുശേഷം ഒഡേസ ആരും നോക്കാനില്ല, ആരുമില്ല. അവിടെ ഒരു അമ്മദുക്ക മാത്രമുണ്ട്, ടെലിഫോൺസിൽ വർക്ക് ചെയ്യുന്ന അമ്മദുക്ക. ആ AC വില്ല എന്ന് പറയുന്ന നടക്കാവിലുള്ള ഓഫീസിന് വാടക കൊടുത്ത് ആ അസറ്റ്സൊക്കെ ഒരു അതിനൊക്കെ കാവലിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല, കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അവിടെ ഒരു 16mm പ്രൊജക്ടർ ഉണ്ട്, കുറേ 16mm കുറേ ഡോക്യുമെൻ്ററി ഫിലിംസ്, അങ്ങനെ കാര്യം ഒഡേസയുടെ കയ്യിലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒഡേസ ജേണലിന് വേണ്ടിയിട്ട്, അതായത് ഒഡേസ ജേണൽ ഉണ്ടായിരുന്നു. ഒഡേസ ജേണൽ അവിടെ മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാലം ആരും ചെയ്യാനില്ലാതെ അതങ്ങനെ കിടന്ന സാധനത്തിന് അപ്പോൾ നമ്മുടെ എന്ത് പ്രിൻറ്റിങ് അതിന് പറയുന്നത് മറ്റേ ഇതില്ലേ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ബട്ടർ പേപ്പറുമായിരുത്ത ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ലേഖനങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ വെട്ടി ഒട്ടിച്ച് ലേ ഔട്ട് ചെയ്ത് ഫോട്ടോ വെച്ച് ചിത്രം വെച്ച് ഇതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഫണ്ടായിക്കോട്ടെ, അതിന് വേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, കോളേജ് പഠിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട്, പുള്ളി ചിത്രം വരയ്ക്കും, ദിലീപ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇരുന്നിട്ട് ഈ സാധനം വെട്ടിയൊട്ടിച്ച് ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഒഡേസ ജേണൽ ഇറക്കി. അങ്ങനെ ത്രൈമാസിക 3 മാസത്തിൽ അങ്ങനെ ഒരു 3-4 ലക്കം ഒഡേസ ജേണൽ ഞാൻ ഇറക്കി. ഞാൻ എഡിറ്ററായിക്കൊണ്ട് സത്യജിത്രയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, സത്യജിത്ര മരിക്കുന്ന സമയത്തൊക്കെ ഉള്ള ജേണൽ ഞാൻ ഇറക്കുന്നത്. അതിൻ്റെ സെൻട്രൽ സ്പെഡിൽ സത്യജിത്രയുടെ അനുസ്മരണം ഒരൊറ്റ വരിയിൽ ഉള്ള അനുസ്മരണമായിരുന്നു. അത് ഞാനാണ് എഴുതിയത്. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ദിലീപിൻ്റെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ കോപ്പി ഉണ്ടാവും, എൻ്റെ അടുത്ത് കോപ്പി അതിൻ്റെ അകത്തില്ല. ഏറെക്കുറെ സത്യജിത്രയുടെ ജീവിതം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു സെഗ്മെൻറ്റിൽ അവസാനിക്കുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. കാരണം അതിൻ്റെ മുമ്പും ഉണ്ട്, ഇനി തുടരുകയും ചെയ്യുമെന്ന് പറയുന്ന പോലത്തെ ഒരൊറ്റ വരേ ഉള്ളൂ. കൂടുതലൊന്നും എഴുതാൻ ഉണ്ടായിരുന്നില്ല സത്യജിത്രയെക്കുറിച്ച്. കാരണം അദ്ദേഹം മരിച്ച സമയത്ത് എല്ലാ പത്രങ്ങളിലും എല്ലാത്തിൻ്റെ അകത്ത് അത്രയും ഗംഭീരമായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും അദ്ദേഹത്തിൻ്റെ അത് പഠിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് പുതുതായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വരിയിൽ ഉള്ളൊരു ഫോട്ടോയും വെച്ച് ഒരു വരിയിൽ ഒരു അനുസ്മരണവും
വെച്ചുകൊണ്ട് ആണ് ഒഡേസ ജേണലിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒഡേസ ജേണലിൽ എഡിറ്റ് ചെയ്യാനിരുന്നതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ അതിൽ വളരെ കനപ്പെട്ട ലേഖനങ്ങളുണ്ടായിരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത മറ്റ് ഭാഷകളിൽ നിന്ന് വിവർത്തനം ചെയ്ത ലേഖനങ്ങൾ. പിന്നെ ഇവിടെ ഐ ഷൺമുഖദാസ്, നീലൻ, ഡോക്ടർ ഹാരിസ് തുടങ്ങിയ ആൾക്കാരൊക്കെ എഴുതിയിട്ടുള്ള വളരെ അഗാധമായിട്ട് ലോക സിനിമയും ക്ലാസിക്കുകളെയും പഠിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ടായിരുന്നു വന്നതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡയറക്ടേഴ്സിൻ്റെ പേര്, അവരുടെ സിനിമകളുടെ പേര്, അവരുടെ പ്രത്യേകതകൾ. ഇപ്പോൾ ഐ ഷൺമുഖദാസിൻ്റെ മലകളിൽ മഞ്ഞ് പെയ്യുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അങ്ങനത്തെ പുസ്തകങ്ങളിൽ അതിലൊക്കെ ഈ സിനിമകളുടെ റെഫറൻസ് അവർ എഴുതിയിട്ടുണ്ട്, ഇന്ന സിനിമകളുടെ. ഈ സിനിമകൾ ഫിലിം ആർക്കൈവ് വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ ഒഡേസയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതിൽ വേറെ 3-4 ആൾക്കാരുണ്ട്, ചിത്രം വരയ്ക്കുന്നവർ, മഹേഷ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കൂടെ സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഇത് നിലനിൽക്കണം എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കൊണ്ടൊന്നും നിലനിർത്തിപ്പിക്കാൻ പറ്റുമൊന്നുമില്ലെങ്കിലും അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഇപ്പോൾ മാർത്ത മെസാറാസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ മാർത്ത മെസാറാസിൻ്റെ സിനിമകൾ ഇന്നൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകൾ കിട്ടാൻ തോന്നുന്ന ഒരു 10 പടങ്ങൾ ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കും ആർക്കൈവ് ഒന്ന്. അപ്പോൾ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ട്രെയിനിൽ ആ സാധനം കയറ്റി വിടും. നമുക്കിവിടെ ഫിലിം ശ്രീ തിയേറ്ററിൻ്റെ അകത്ത് മോർണിംഗ് ഷോ 10 മണിക്കല്ല, ചിലപ്പോൾ 8 മണിക്കൊക്കെ തുടങ്ങും. റെഗുലർ ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ടൈമിൽ കോഴിക്കോട് കൈരളി ശ്രീയിലെ ശ്രീ തിയേറ്ററുണ്ട്, ചെറിയ തിയേറ്റർ. ആ തിയേറ്ററിൻ്റെ അകത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത് സിനിമ. അങ്ങനെ ഞാൻ മിക്ലോസ് യാങ്സ്കോൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ഇലക്ട്ര മൈലവൊക്കെ. മിക്ലോസ് യാങ്സ്കോൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമകളാണ്. പക്ഷേ 2 മണിക്കൂറുള്ള സിനിമ എന്ന് പറയുന്നത് ടോട്ടലി 12 ഷോട്ട്. മിക്ലോസ് യാങ്സ്കോ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന 21 ഷോട്ടുകളാണ്. ഹംഗറിയൻ റാപ്സഡി എന്ന് പറഞ്ഞ പടത്തിൽ 21 ഷോട്ട്. പക്ഷേ 2 മണിക്കൂറുള്ള പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് ഇങ്ങനെ സ്റ്റാറ്റിക് കാണുമെന്നല്ല, ഭയങ്കര കോറിയോഗ്രാഫിയാണ്, ഷോട്ടിൻ്റെ കോറിയോഗ്രാഫി. സിംഗിൾ ഷോട്ടുകൾ, ലോങ് ഷോട്ടുകൾ. മിസാൻ സീൻ എന്ന് പറയുന്ന അന്നൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിക്കൊണ്ടാണ്. മൊണ്ടാഷ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്. മിസാൻസി എന്ന് പറയുന്നത് വേറൊരു എസ്തെറ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാണ്. 2 കാഴ്ചപ്പാടുകളാണ്. ഒന്ന് സിനിമ അറിയാതെ പ്രേക്ഷകരിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നത്, അതാണ് മിസാൻസീൻ്റെ ആൾക്കാർ. നിങ്ങൾ സിനിമ കാണുകയാണെന്നുള്ള ബോധം ഉണ്ടാവരുത്, നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നു. മൊണ്ടാഷ് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. മൊണ്ടാഷ് സെർഗി ഐസൻസ്റ്റീൻ്റെ ആശയമാണ്, അതൊരു പൊളിറ്റിക്കൽ ആശയമാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സിനിമ കാണാൻ സമ്മതിക്കില്ല. നിങ്ങളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യും നിങ്ങളെ ഇമോഷണലി, എന്നിട്ട് നിങ്ങളുടെ ഇൻ്റലിജൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അതായത് സിനിമയുമായിട്ടൊരു ഡിബേറ്റ് ഉണ്ടാക്കും. മിസാൻസി എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വുമൺ ഓഫ് ഡ്യൂൺസ് എന്നൊക്കെ പറയുന്ന സിനിമകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോരോ ഇത്, കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഡോക്ടർ ഹാരിസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇതിന് വളരെ വിശദമായിട്ട് ഇതിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആനിമേഷൻ ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, സൈലൻറ്റ് ഫിലിംസ്, ഇങ്ങനെ പിന്നെ മിസാൻസിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള സിനിമ, ഇങ്ങനെ ഭയങ്കര വിശദമായിട്ട് എനിക്കിത് പഠിക്കാനുള്ള അവസരം ഉണ്ടായി. ആ സമയത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടായതല്ല, നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശ്രീ തിയേറ്ററിന് വാടക കൊടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അത് വിറ്റിട്ട് വേണം നമുക്കത് നടത്താൻ, അതിൻ്റെ ചിലവ് കണ്ടെത്താൻ. അപ്പോൾ അത്രയും പണികൾ ആണ്. കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിതൊക്കെയാണ് ചെയ്തത്, കോളേജ് പഠിക്കുകയല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ സിനിമകൾ കാണുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ സിനിമകളോടുകൂടി ആയിരുന്നു സഹവാസം. പിന്നീട് സിനിമയിലേക്ക് വരുന്നത്, ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ടെലിഫിലിം ചെയ്തു. തകർച്ച വ്യാധി എന്നായിരുന്നു അതിൻ്റെ പേര്. ഒരു എപ്പിസോഡേ ഉള്ളൂ. അത് ദൂരദർശൻ്റെ ചാനൽ, ഒരു 5th ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ചെക്കോവിൻ്റെ കഥേനെ ബേസ് ചെയ്തിട്ടാണ്, ആൻറ്റൺ ചെക്കോവിൻ്റെ എനിമീസ് എന്ന് പറയുന്ന ഒരു കഥേനെ ബേസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് തകർച്ച വ്യാധി എന്നായിരുന്നു എൻ്റെ പേര്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് ചിത്രാഞ്ജലിയിലുള്ള അന്നത്തെ കളറിസ്റ്റ് സുധീർ, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾക്കാർ, പിന്നെ ചന്ദ്രമോഹൻ നായർ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആക്ടിങ്ങിൻ്റെ പ്രൊഫസറായിരുന്നു, ലെക്ചറായിരുന്നു. ഇദ്ദേഹം, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഞാനിത് കാണിച്ചു കൊടുത്തു, ഈ ടെലിഫിലിം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ട് സുധീർ, ചന്ദ്രമോഹൻ സാറ്, സുധീർ എന്നൊന്നും ഞാൻ പറയാൻ പാടില്ല, സുധീർ സാറെന്ന് ഞാൻ പറയണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സീനിയറുമാണ്, വളരെ സീനിയറായിട്ടുള്ള ആളാണ്. സുധീർ സാറെന്ന് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ പുള്ളി എന്നോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. വലിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് എല്ലാം സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടു, നന്നായി എന്നൊക്കെ എല്ലാവരും പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ചന്ദ്രമോഹൻ സാറ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, നിൻ്റെ അടുത്ത് ഞാൻ ഈ സിനിമ ഗംഭീരമാണ്, അതിഗംഭീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നീ വിചാരിക്കും ഈ ചന്ദ്രമോഹൻ സാർ എന്തൊരു മണ്ടനാണെന്ന്. കാരണം 2 കൊല്ലം കഴിയുമ്പോൾ നീ എന്നെ തിരിച്ചറിയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇന്ന് വരെ കണ്ട ഡിപ്ലോമ ഫിലിമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ മികച്ചതാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞ് വെച്ചാൽ, പക്ഷേ ഇതും കൊണ്ട് നീ ഇവിടെ ഇറങ്ങി നടന്നാൽ അരി മേടിക്കാൻ കാശ് കിട്ടില്ല, കാരണം ഇവിടേക്ക് സിനിമ എത്തിയിട്ടില്ല. അപ്പോൾ കുറേ മംഗളം, മനോരമ, അങ്ങനത്തെ കുറേ
സാധാരണ മാപ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈങ്കിളി കഥകൾ എന്ന് പറയും, സാധാരണ നോവലുകൾ എല്ലാവരും വായിക്കുന്നു, അങ്ങനത്തെ സിനിമകൾ കാണും, അങ്ങനത്തെ നോവലുകൾ വായിക്കും, എന്നിട്ട് നീ കുറച്ചൊന്ന് താഴോട്ടിറങ്ങി വരണം, അല്ലാതെ അങ്ങനെ ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ അരിമേടിക്കാൻ നടക്കില്ല എന്ന് പുള്ളി ഉപദേശിച്ചു തന്നെ. ആ ഉപദേശം പക്ഷേ ഞാൻ ശിരസാ വഹിച്ചു, കാരണം എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ എഴുതുന്നതിനേക്കാൾ മുമ്പ് വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്ന ഒരു രഞ്ജൻ പ്രമോദ് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ശ്രമം നടത്തുക എന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ശ്രമമൊന്നും നടന്നിട്ടൊന്നുമില്ല. കാരണം അന്ന് എവിടെ നടത്താൻ ശ്രമം? നമ്മൾ പറയുന്ന കാര്യം ആൾക്കാർക്ക് കിട്ടണമല്ലോ, ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ. മനസ്സിലായാലല്ലേ അത് എടുക്കാൻ പറ്റുള്ളൂ, ആ ഇൻറ്റൻസിറ്റിയിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്ത തന്നെ നമ്മൾ അവിടുന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വേറൊരു വഴിക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തത് ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം നാട്ടിൽ ആൽപ്സ് മരനിരകളിൽ ഉണ്ടാകുന്ന ഏതോ ഒരു മരത്തിൻ്റെ അപൂർവമായ നല്ലൊരു ഫ്രൂട്ട് നമുക്കിവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ ചേരണ്ടേ, അല്ലാതെ നമ്മൾ അത് ഉണ്ടാവണപ്പോൾ എന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ വൈൽഡ് സ്ട്രോബെറീസ് പോലത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യണമെന്ന് ഫേസസ് പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കാം. അത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളുകളെ ഇവിടുത്തെ ഒരു ഇതിൻ്റെ അകത്ത് ഞാനത് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. പ്രൊഡ്യൂസർ വരണം, ആക്ടേഴ്സ് വരണം, അങ്ങനത്തെ ആൾക്കാരൊക്കെ വരണമല്ലോ ഇതിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ. ലോക സിനിമയുടെ ചരിത്രം ഉണ്ടാക്കിയത് വലിയ വലിയ അത് സയൻറ്റിസ്റ്റുകളും അങ്ങനത്തെ ഇപ്പോൾ സൽവദോർ ദാലിനെ പോലത്തെ ആൾക്കാരൊക്കെ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. നമ്മുടെ ഇവിടെ സിനിമ ഉണ്ടായത് അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ സിനിമ ഉണ്ടായത് നാടകം സിനിമയാക്കിക്കൊണ്ടാണ്. നാടകത്തിൽ നിന്നാണ് സിനിമ ഉണ്ടായത്. പ്രൊസീനിയം സ്റ്റേജിൻ്റെ അകത്തുള്ള നാടകം അതേപോലെ സിനിമയൊക്കെ ഉണ്ടായി. ഈ അടുത്ത കാലം വരെ ഇപ്പോഴും നമുക്ക് പ്രൊസീനിയം ആക്ടിങ്ങാണ് നമ്മുടെ സിനിമയിലുള്ളത്. ഇപ്പോഴും അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ സിനിമ ആക്ടിങ് വരുന്ന സിനിമകൾ പോലും ഇപ്പോൾ വരുന്നുള്ളൂ. നമ്മൾ എത്രയോ പിറകിലാണ്. നമ്മൾ സിനിമയുടെ കാര്യത്തിൽ ഏതാണ്ടൊരു 50 കൊല്ലം പിറകിലാണ്. ഞാനടക്കമാണ് പറയുന്നത്, എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. പ്രൊസീനിയം ആക്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ നമുക്ക് എങ്ങോട്ട് വേണേൽ എടുത്തു വെക്കാം, അല്ലേ? അപ്പോൾ അതിന് പകരം ആക്ടേഴ്സിനെ തിരിച്ച് നടത്തിക്കുക എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ അയാൾ അങ്ങോട്ട് നടക്കും. കണ്ടിട്ടില്ല സിനിമയിൽ? ശരിയാണോ? അല്ല, ശരിയല്ല. പക്ഷേ നമ്മുടെ പ്രൊസീനിയമാണത്, നാടകമാണ്. നാടകത്തിൽ എന്ന് വെച്ചാൽ മൈക്ക് അവിടെ കിടക്കുന്നുണ്ട്, ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബോധം ഉണ്ടാവണം നാടകത്തിന്. അതിൽ ഓഡിയൻസിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടന്, നാടകം സംവിധാനം ചെയ്യുന്നത്. കാരണം ഓഡിയൻസിൽ റീച്ച് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. വേറെ സിനിമ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനെ പറ്റി ചിന്തയേ ഉണ്ടാവരുത്. ഓഡിയൻസ് ഇല്ല സിനിമയിൽ. സിനിമയിൽ ഓഡിയൻസ് എന്ന് പറയുന്നത് ക്യാമറയാണ്, ഡയറക്ടറാണ്, അല്ലെങ്കിൽ ക്യാമറമാനാണ്. അതാണ് സിനിമയിലെ ഓഡിയൻ. അല്ല നടൻ അഭിനയിക്കുന്ന സമയത്ത് താൻ അഭിനയിക്കുകയാണെന്ന ചിന്തയേ ഉണ്ടാവരുത്. നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തിൽ ആരെവിടെ എന്നൊക്കെ ചോദിക്കണം, എന്നാലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുക. നാടകത്തിൻ്റെ സങ്കേതമാണത്, നാടകം അങ്ങനെയാണ്. അങ്ങനെ നാടകത്തിൽ നിന്നാണ് നമ്മുടെ സിനിമ ഉണ്ടായി വന്നത്, അഡാപ്റ്റായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഈ ചെറുപ്പകാലത്തേക്ക് പോകാം. അപ്പം അന്ന് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം നോക്കിക്കണ്ടിരുന്ന അല്ലെങ്കിൽ ഇയാളുടെ സിനിമ ഇറങ്ങി എന്നാൽ കണ്ടേക്കാം അങ്ങനെ തോന്നിപ്പിച്ചിരുന്ന സംവിധായകരാരൊക്കെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിലുള്ള കുറേ സംവിധായകർ, ഇപ്പോൾ KG ജോർജ് സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അടൂർ സാറിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്, ജോൺ അബ്രഹാമിൻ്റെ, അരവിന്ദൻ്റെ, IV ശശിയുടെ, സത്യനന്ദിക്കാടിൻ്റെ, സിബി മലയിലിൻ്റെ, അങ്ങനെയുള്ള വേണു നാഗവള്ളിയുടെ, അവരൊക്കെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടത്. നമ്മളിങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ റെട്രോസ്പെക്റ്റീവ് കാണുന്ന ആളാണ്. പത്മരാജൻ സാറിൻ്റെ, ഭരതൻ സാറിൻ്റെ ഒക്കെ പടങ്ങൾ ഇരുന്നിട്ട് കാണുന്നത് എല്ലാം പാക്കേജായിരുന്നു കാണുന്നത്, ഒരുമിച്ചിരുന്ന് കാണുക. ഒരു ഡയറക്ടറെ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കാണുക ചെയ്യുന്നത്. ആ ഫിൽമോഗ്രഫി മുഴുവനായിട്ടിരുന്ന് കാണുക, അങ്ങനെ ഇരുന്ന് കാണുക ചെയ്യുന്നത്, അങ്ങനെ ഫോളോ ചെയ്തിട്ട്. അത് ചിലപ്പോൾ ഒരു ഡയറക്ടർ ഫോളോ ചെയ്താൽ ഞാൻ ആ ഡയറക്ടറിൻ്റെ ആയിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ പത്മനാഭൻ സാറിൻ്റെ സീസൺ റീമേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനതിൽ അഭിനയിക്കാം, അമൽനീരത്ത് റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനതിൽ അഭിനയിക്കാമെന്ന് ഫഹദ് ഫാസിലി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിനകത്ത്. അപ്പം സീസൺ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തിയേറ്ററിൽ ഇരുന്ന് സീസൺ കാണുമ്പോൾ തോന്നിയ ഒരു അനുഭവം എന്തായിരുന്നു? തിയേറ്ററിൽ നിന്ന് ഞാൻ ഇപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയോ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഓർമ്മയില്ല കറക്റ്റായിട്ട്. പക്ഷേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് തിയേറ്ററിൽ നിന്ന് അത് കണ്ട സമയത്ത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ആക്ഷൻ സിനിമ, അടിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന വേറൊരു സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷനും എല്ലാത്തിനും ഒരു കാരണങ്ങളും കഥാപാത്രങ്ങളൊക്കെ കുറെ കൂടെ ജീവനുള്ളതും കുറെ കൂടെ ഡെപ്ത് ഉള്ളതുമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. സിനിമ വർക്കല്ലായിരുന്നു, തിയേറ്ററിൽ കമേഴ്ഷ്യലി വർക്കല്ല, ഫ്ലോപ്പായിരുന്നു പടം. ഫ്ലോപ്പാണോ ആവറേജ് ആണോ എന്നറിയില്ല, എന്തായാലും വലിയ ഹിറ്റല്ല. ഈ പത്മനാഭൻ എന്നുള്ള എഴുത്തുകാരനെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു വേറിട്ട പരിതസ്ഥിതി ഉണ്ടല്ലോ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട്, അതിനൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? പത്മനാഭൻ സാർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ റൈറ്ററാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നതിൽ. കാരണം അത്
അതിന് മുമ്പ് ഇപ്പോൾ മാരാരുടെ ഇതുണ്ടല്ലോ, പ്രതിപാത്രം ഭാഷണഭേദം എന്ന് പറഞ്ഞിട്ട് കുട്ടികൃഷ്ണ മാരാരുടെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഒരു കഥാപാത്രത്തിന് പ്രതിപാത്രം ഭാഷണഭേദം, അതായത് ഓരോ കഥാപാത്രവും ഓരോ രീതിയിൽ സംസാരിക്കണം, ഓരോ രീതിയിൽ അതിന് ഡിക്ഷൻ ഉണ്ടാവണം ഒരു കഥാപാത്രത്തിന്. അക്കാര്യം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് പത്മരാജൻ സാറാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതിപാത്രം ഭാഷണഭേദം. MTയുടെ ഒക്കെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പല തിരക്കഥകളിലും ഒരേ ഡയലോഗുകൾ പോലും ഞാനൊരു മുഴം കയറ് ചിലവാക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ഫ്രേസുകളൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ കാണാം. അങ്ങനെ പത്മനാഭൻ സാറിൻ്റെ കയ്യിൽ കാണാൻ പറ്റില്ല. അതായിരുന്നു പത്മനാഭൻ സാറിനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ വ്യത്യാസവും അട്രാക്ഷനും ഒക്കെ. അതിപ്പോൾ നമ്മുടെ ഒരിടത്തൊരു ഫയൽമാനിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു ഓണാട്ടുകരയിലുള്ള പോലെ വേറൊരു ഭാഷയിലാണ്, അതായത് സിനിമാ ഭാഷയിലല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയിലാണ് ഓരോ ക്യാരക്ടറിനും അതിൻ്റെ ഡിക്ഷൻ എന്ന് പറയുന്ന സാധനം. അത് പത്മനാഭൻ സാറിൻ്റെ സിനിമകളിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈവൻ തോപ്പിൽ ബാസിയുടെ സ്ക്രിപ്റ്റുകളിലോ അല്ലെങ്കിൽ MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റുകളിലോ ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അതാദ്യം കാണുന്നത് പത്മനാഭൻ സാറിൻ്റെ ഇതിലാണ്. ഈവൻ അടൂർ സാറിൻ്റെ സ്ക്രിപ്റ്റുകളിൽ പോലും ഈ പറയുന്ന പ്രതിപാത്രം ഭാഷണഭേദം എന്ന് പറയുന്ന കാര്യത്തിന് ഇത്ര മനോഹരമായിട്ട് അത് ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ് അടൂർ സാറ്. എന്നാൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഡയലോഗിൻ്റെ അകത്തൊക്കെ ഒരു എഴുത്തുകാരൻ എഴുതിയതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗും മറ്റേ കഥാപാത്രത്തിൻ്റെ ഡയലോഗും ഒരു എഴുത്തുകാരനാണ് എഴുതിയത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യം, അതിനെ വലിയൊരു പരിധി വരെ പത്മനാഭൻ സാറിന് കുറവായിരുന്നു. അത് വളരെ ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരു പത്മരാജൻ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് 1 എന്നുള്ള രീതിയിൽ ഏതാ തിരഞ്ഞെടുക്കുക? അങ്ങനെയൊന്നും എനിക്ക് ഇന്നലെ ക്ലൈമാക്സ് ആളുകളെ ചിന്തിപ്പിച്ചു അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെ ആ വിധത്തിൽ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പോൾ കള്ളം പവിത്രൻ എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്. എനിക്ക് ഒരിടത്തൊരു ഫയൽമാൻ ഭയങ്കര വർക്കായ സിനിമയാണ്. പെരുവഴി അമ്പലത്തിലെ ലാസ്റ്റ് ഷോട്ടിൽ നിന്ന് കിരീടം തുടങ്ങുന്ന പോലെ തോന്നും നമുക്ക്, അല്ലേ? അയാളങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഒരു ഗുണ്ടയാക്കപ്പെട്ടിട്ട് കിരീടത്തിൻ്റെ ഒരു ചിന്ത തുടങ്ങുന്ന പോലെ അവിടുത്തെ ഒരു റൗഡീനെ അടിച്ച്, പ്രഭാകരൻ പിള്ള എന്ന് പറയുന്ന റൗഡിയെ അടിച്ച് അശക്തനായ ഒരു രാമൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കൊരു ഭയങ്കരമായ ഇത് തോന്നും. അതിൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ ആ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വില്ലനോട് ആരാധന തോന്നുകയാണ്. അയാളാണ് വലിയ ആൾ, അയാൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തനിപ്പെടുത്തൂരികളും ഭയങ്കര ഊളകളുമാണെന്നാണ് ആ കഥാപാത്രം തിരിച്ചറിയുന്നത്, വാണിയം കുഞ്ചുവിൻ്റെ മകൻ രാമൻ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് പത്മനാഭൻ സാറിൻ്റെ. ഈ ഇപ്പോൾ മലയാളത്തിലെ കാലത്തെ മികച്ച എഴുത്തുകാരിൽ ചിലരെ പറ്റി ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു സഹ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലോഹിദാസ്, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലെ പ്രത്യേകത എനിക്ക് പലപ്പോഴും മനസ്സിലാക്കിയത് ഈ വേദനയുടെ ആഴമാണ്. വളരെ വേദന അല്ലെങ്കിൽ നിസ്സഹായരായിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ നമുക്കുണ്ടാക്കുന്നൊരു വേദന. ഇപ്പോൾ അതിൽ സേതു ഉണ്ട്, അല്ലെങ്കിൽ കന്മദത്തിലെ കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും വേദന അടിസ്ഥാനമായിട്ടുണ്ട്. എന്താ ആ ഒരു എഴുത്തുകാരനിൽ രഞ്ജൻ പ്രമോദ് എന്നുള്ള എഴുത്തുകാരൻ കാണുന്ന ഒരു പ്രത്യേകത? ഞാനുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ലോഹിയേട്ടൻ. ഞങ്ങൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ് പുള്ളി സ്ഥിരമായിട്ട് എഴുതാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ രണ്ടാം ഭാവം മീശമാധവം എന്നൊക്കെ പറഞ്ഞ സിനിമേൻ്റെ കാലത്തൊക്കെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് എഴുതുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഉപദേശിക്കുകയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുകയും ചെയ്യുകയും പുള്ളി എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ പറ്റി ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ലോഹിയേട്ടൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. നല്ല ക്രാഫ്റ്റുള്ള റൈറ്ററാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. വെച്ചാൽ അങ്ങനത്തെ സിനിമകൾ വേണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ കാരുണ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ധനം എന്ന് പറയുന്ന സിനിമ, അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ പാക്കേജുള്ള തനിയാവർത്തനം, ഇൻക്ലൂഡിങ് തനിയാവർത്തനം, കിരീടം, ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള എന്താ വെച്ചാൽ നമുക്കൊരു സിനിമ കണ്ടാൽ നമുക്കോട്ട് സഹിക്കാൻ പറ്റില്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല, നമുക്ക് അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തരുന്നത്. അപ്പം അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കലയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ലോഹിയേട്ടൻ്റെ ആംഗിൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുമ്പോഴാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. കണ്ണീരിലൂടെയാണ് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ നന്നാക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ കരയാൻ പറ്റണം. കരയാൻ പറ്റില്ല എല്ലാവർക്കും. നമുക്ക് ജീവിതത്തിൽ കരയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സ്ക്രീനിൽ വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് കരയുന്നത് നല്ല കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം വളരെ ബോധപൂർവ്വം തീർച്ചയായിട്ടും പറഞ്ഞതാണ്. ഞാൻ ഭൂതക്കണ്ണാടി പുള്ളി ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഭൂതക്കണ്ണാടിയിൽ ഒരു നായിക വേണമെന്ന് പറഞ്ഞിട്ട് തിരയാൻ വേണ്ടിയിട്ട് പുള്ളി ചെന്നൈയിൽ കുറേ മോഡൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കി വന്നപ്പോൾ ഞാനും RD രാജശേഖറുണ്ട് ക്യാമറമാൻ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ മോഡലിനെ തിരയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കൂടെ അങ്ങനെ പോയത്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയായിട്ട് കുറേ ഇങ്ങനെ സംസാരിച്ചത്. അത് ഭൂതക്കണ്ണാടി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. ഭൂതക്കണ്ണാടിക്ക് വേണ്ടിയുള്ള കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി വന്ന സമയത്താണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ പിന്നീട് ഞാൻ മീശമാധവനും രണ്ടാം ഭാവമൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി വന്ന സമയത്ത് ഒറ്റപ്പാലത്ത് വെച്ച് വീണ്ടും കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഞാൻ വളരെ അടുപ്പമുള്ള ആളാണ്.
ഈ കെ ജി ജോർജിൻ്റെ സിനിമകൾ അതിൽ ഇപ്പോൾ യവനിക, പഞ്ചവടിപ്പാലം, ഈ 2 സിനിമകളുടെ വിശേഷാൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടിലും ഒരെണ്ണം സെറ്റയറും ഒരെണ്ണം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയുമാണ്. ഈ 2 സിനിമകളും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എന്താ അനുഭവപ്പെട്ടിട്ടുള്ളത്? നല്ല സിനിമകളാണ്. അതിനകത്ത് എതിരഭിപ്രായങ്ങളെന്ന് പറയുന്ന ഒരു കാര്യമേ എനിക്ക് ആ സിനിമേൻ്റെ അകത്തില്ല. പഞ്ചവടിപ്പാലം എന്നുള്ള സിനിമേൻ്റെ അകത്തുള്ള നോമൻ പേര് കൊടുക്കുന്നുണ്ട്, എന്നൊക്കെ ദുശാസനം പിള്ള എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഭഗീരഥൻ പിള്ള എന്നൊക്കെ ത്രിവിക്രമൻ എന്നൊക്കെ പേരാലോചിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അതിൻ്റെ അകത്ത് സത്യത്തിലുണ്ട്. അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം അല്ല, എനിക്കറിയാമായിരുന്നു അതിൽ നിന്നാണ് അത് വന്നതെന്ന്. അത് വെച്ചാൽ ഞാൻ തടുത്തില്ല, അതിൽ നിന്ന് എടുത്തതല്ല. അന്ന് വന്നപ്പോൾ ഇത് ഇങ്ങനെ പഞ്ചവടി പാലത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയില്ല എന്ന് മാത്രം. അല്ലാതെ ആ പഞ്ചവടി പാലം പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്തതല്ല. പഞ്ചവടി പാലം എൻ്റെ ഒരു റെഫറൻസേ അല്ല മീശ മാധവന്. ഈ യവനിയുടെ ക്ലൈമാക്സ് പോലൊരു ക്ലൈമാക്സ്, അതായത് ഇപ്പോൾ ഒരു ചില്ലിൻ കഷ്ണം, ഒരു വലിയ യവനികയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഉള്ളൊരു കാര്യം, അതിനെപ്പറ്റി പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു സസ്പെൻസ് സിനിമയാണല്ലോ ഇത്. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സാധാരണ സസ്പെൻസ്. പിന്നെ നമുക്ക് അതേ അറിയാലോ. പിന്നെ അതിൽ സാധാരണ സസ്പെൻസ് സിനിമകളിലൊന്നും കാണാനുണ്ടാവില്ല ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിന് സസ്പെൻസ് പോയില്ലേ. അയ്യപ്പൻ എവിടെ പോയി, മരിച്ചോ, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാനാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു 5-8 തവണ കണ്ടിട്ടുണ്ട് ആ സിനിമ. എനിക്ക് ആ 8 തവണ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമയിൽ പുതുതായിട്ട് കാണാൻ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കത് ബോറടിച്ചിട്ടുമില്ല. സസ്പെൻസിൻ്റെ മുകളിലല്ല ആ സിനിമ ത്രൈവ് ചെയ്യുന്നത്. പകരം ആ സസ്പെൻസിനേക്കാൾ അപ്പുറത്ത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ്റെത് മാത്രമല്ല, മറ്റ് കഥാപാത്രങ്ങളെയും ക്യാരക്ടറൈസേഷൻ, ക്രൈമിൻ്റെ സൈക്കോളജി, ആ ക്രൈം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ ഭയങ്കര ഡീപ്പറായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലേയേഴ്സ് ഉണ്ട്. അപ്പം അത് ജോർജ് സാറിൻ്റെ എല്ലാ പടങ്ങളിലും നമുക്ക് കാണാം. അത് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ലെയർ ഉണ്ട്. പാതാമൻ്റെ വാരിയൽ എടുത്താലും ശരി, ഇരകളെടുത്താലും ശരി, എല്ലാത്തിനും ഒരു ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെയർ ഉണ്ട്. പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റുകളിലും അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ലെയേഴ്സ് പലപ്പോഴും ഇതാക്കിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് ജോർജ് സാർ അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്, ആ ഒരു സൈക്കോളജിക്കൽ ലെയർ. അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ലെയേഴ്സ് ഒന്നും ഇപ്പോൾ എം ടി സാറിൻ്റെ വർക്കുകളിലോ അല്ലെങ്കിൽ തോപ്പിൽ ബാസിയുടെ വർക്കുകളിലോ ഒന്നും അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ലെയറിൽ ഒരു കഥാപാത്രത്തിനെ പരിശോധിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഞാനങ്ങനെ വളരെ വിശദമായിരുന്നു പഠിച്ചിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ. ജസ്റ്റ് എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ ഓർമ്മകളുടെ റിഫ്ലക്ഷൻസ് എന്നുള്ള രീതിയിലുള്ള പറയുന്നത്. ഇന്ന് വിലയിരുത്തിയതും അല്ല ഇതൊന്നും. ഇതിപ്പം ഞാനിരുന്ന് വിലയിരുത്തുന്നതല്ല. ഇപ്പം ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിക്കാറില്ല, പിന്നെ ഞാൻ ആരെ പറ്റിയും ചിന്തിക്കാറില്ല. ഇപ്പോഴുള്ളതല്ല അത്. ഇപ്പോൾ പണ്ടത്തെ ഹിറ്റ്സ് ഉണ്ടാക്കിയ ഡയറക്ടേഴ്സൊക്കെ അവരുടെ ആ പണ്ട് പല സിനിമകളുണ്ടായ വഴികളൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നിൽ ശ്രീ ലാൽ ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. രഞ്ജൻ പ്രമോദ് ആസ് എ ക്രിയേറ്റർ മീശ മാധവൻ്റെ ഔട്ടിൽ അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ തൃപ്തിക്ക് ഉണ്ടായിരുന്ന കാര്യം? മീശ മാധവൻ്റെ ഔട്ടിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നോ? അങ്ങനെ എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് മീശ മാധവൻ്റെ ഔട്ടിലെ തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ന് ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയലോഗുമായി ബന്ധപ്പെട്ട് ഒരു സീനിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഒരു അരഞ്ഞാണ മോഷണ സീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പുള്ളി പ്രോമിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് എഡിറ്റിൽ പോവും എന്ന് അതിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ എഡിറ്റ് കാണാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റിൽ എന്നെ പ്രോപ്പറായിട്ട് എനിക്ക് ആവശ്യമുള്ള സമയം തന്നെ എന്നെ ഇൻഫോം ചെയ്ത് വിളിച്ചില്ല. എറണാകുളത്തുനിന്ന് വരേണ്ട ആൾക്കാർക്ക് വരെ വരാൻ സമയം കിട്ടിയിട്ടുണ്ട്. ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്ന എനിക്ക് അത് പ്രോപ്പറായിട്ട് എന്നെ അത് ചിലപ്പോൾ പറ്റാത്തതുകൊണ്ടായിരിക്കാം, മനഃപൂർവ്വമായിക്കോളണമെന്നൊന്നുമില്ല, എന്തായാലും എന്നെ അത് കാണിച്ചില്ല. അതൃപ്തി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള അതൃപ്തി. അല്ലെങ്കിൽ മീശമാവെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമയാണെന്നോ ഇനി അതിനേക്കാൾ മികച്ചൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും ഞാൻ വിചാരിക്കാൻ പാടില്ലല്ലോ. പാടില്ല. അത് ഞാൻ ആദ്യം ചെയ്തൊരു സിനിമയാണ്, ഇനി അത് ഞാൻ വളർന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് അതെനിക്ക് തൃപ്തിയില്ല എന്ന് പറയുന്നതിലൊന്നും. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് അല്ല ആണ് അന്നേ അറിയാമായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ മാറ്റർ അല്ല അത്. മാധവൻ പിന്നീട് പ്രണയിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി, അവളോട് ഈ മാധവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു വൈകൃതമാണത് മനസ്സിനകത്ത് അത് വരുന്നത്. അവളെ കാണുന്ന സമയത്ത് റേപ്പ് ചെയ്യണം എന്നാണോ ഇവന് തോന്നണ്ടേ? അല്ല. അതാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രശ്നം. അല്ലാതെ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമൊന്നുമല്ല. ഐ ഡോണ്ട് കെയർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇപ്പോഴും എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നീ പറയുന്ന പോലെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്നതിന് സൗകര്യം കേട്ടാൽ മതി. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ആ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷൻ്റെ വിഷയമാണത്. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് പറയാവുന്ന അശ്ലീലം ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്.
മനസ്സിലായില്ലേ? കിടക്കുന്ന കണ്ടാൽ തോന്നും നല്ല താമരമൊട്ട് പോലെ കൂമ്പിയ ആ കണ്ണുകളും എന്ന് പറയുന്ന സമയത്ത് അതിലൊരു ഡബിൾ മീനിങ് അടക്കമുള്ള ഒരു സാധനം ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് കൂടുതൽ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾ കലർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഞാൻ തന്നെ വൃത്തികേടാക്കിയിട്ടുണ്ട്, പിന്നെ എന്തിനാണ് എനിക്കിവിടെ വൃത്തിയാക്കുന്നത്? അതായത് നമ്മളതിൻ്റെ ഒരു അതൊരു റൊമാൻറ്റിക് സീനാണ്, മനസ്സിലായില്ലേ? മയിൽപ്പീ. അപ്പോൾ എനിക്കതിൽ വിയോജിപ്പുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു, അരഞ്ഞാണത്തിൻ്റെ വലിപ്പം എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം അരഞ്ഞാണം ഭയങ്കര വലുതായിപ്പോയി. പക്ഷേ രാത്രി 2 മണിക്ക് അത് ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ഇനി പുതിയ അരഞ്ഞാണം ഉണ്ടാക്കണമെങ്കിൽ ആ സീൻ അവിടെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമാണ്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ലാൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമുണ്ട്. എന്നെ പോലെ അല്ല, ഡയറക്ടറാണ്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഷെഡ്യൂൾ അത് എടുക്കണം. അല്ലാതെ ഇനി അരഞ്ഞാണല്ല എന്നും പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ലാൽ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ അത് ചെയ്യുന്ന സമയത്ത്. അരഞ്ഞാണം അരക്കെട്ട് കാണിക്കാൻ വേണ്ടി, അരഞ്ഞാണം കാണിക്കാൻ വേണ്ടിയല്ല, ജ്വല്ലറീൻ്റെ പരസ്യം അല്ല അത്. അപ്പോൾ അതുകൊണ്ട് വളരെ നേരിയൊരു അരഞ്ഞാണമായിരിക്കണം അത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? അതേപോലെ ഒരു വലിയ മയിൽപ്പീലി എടുത്തല്ല ചെയ്യേണ്ടത്, ഒരു മയിലിറക് എടുത്തിട്ടാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സാധനം ഒരറ്റത്തിലുള്ള ഒന്നെടുത്തിട്ടാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ആ ഫുൾ മയിൽപ്പീലി എടുത്തല്ല ചെയ്യേണ്ടത്. ഇത് അങ്ങനെയുള്ള എതിരഭിപ്രായങ്ങൾ എനിക്ക് എല്ലാ സീനുകളെ കുറിച്ചും ഉണ്ടാവും. ബട്ട് ഇറ്റ് ഡസൻ മാറ്റർ. കാരണം അത് ലാൽ ജോസ് എന്ന് പറഞ്ഞ സംവിധായകന് വേറെ ആയിരിക്കും അദ്ദേഹം കാണുന്ന ആംഗിൾ. അദ്ദേഹം കാണുന്നത് ചിലപ്പോൾ ആ ഫ്രെയിമിൻ്റെ അകത്ത് ഫുൾ മയിൽപ്പീലി വരുന്ന സമയത്ത് ആ ഫ്രെയിമിൻ്റെ അകത്തുണ്ടായ ഭംഗിയായിരിക്കാം അദ്ദേഹത്തിന് അതിലേക്ക് ആ ഫുൾ മയിൽപ്പീലി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഞാൻ കാണുന്ന ആംഗിളിലായിരിക്കില്ല അദ്ദേഹം അതിനെ കാണുന്നത്. ഞാൻ കാണുന്നത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആ കൊളുത്ത് അവൻ ഊരുന്നു എന്ന് പറയുന്നത് അവൻ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ആ കൊളുത്തൂർന്ന് അവൻ കടിച്ചൂരണം. അത് വളരെ ഇറോട്ടിക്കാണത്. അത്രയും ഇറോട്ടിക്കായിട്ടും റൊമാൻറ്റിക്കായിട്ടുമുള്ള ഒരു സീനാണത് എന്ന് ഞാൻ കരുതുന്നിടത്താണ് ആ അരഞ്ഞാണത്തിൻ്റെ വലിപ്പവും മയിൽപ്പീയുടെ വലിപ്പവും റേപ്പിനെ കുറിച്ചുള്ള പരാമർശവും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ആ അസ്വസ്ഥത ഞാൻ പ്രകടിപ്പിച്ചതിൽ തെറ്റില്ലല്ലോ. ഇല്ല. അല്ലാതെ നമുക്കിപ്പോൾ ഇതിനോട് വാശി, എനിക്കിപ്പോൾ എൻ്റെ പേരിൽ വരുന്നൊരു സാധനം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല അത്. ഈ ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ പ്രകടമാക്കുമ്പോൾ അത് സൗഹൃദത്തെ ബാധിക്കില്ലേ? പിന്നെ ബാധിച്ചോ? പിന്നെന്താ? അതുകൊണ്ടാണല്ലോ ലാൽ ജോസ് ഞാൻ തൃപ്തനായിരുന്നില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടല്ലേ. അല്ലാതെ എന്തിനപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളത്? എൻ്റെ അകത്ത് ഡസൻ മാറ്റർ അല്ലേ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തൃപ്തനല്ലാന്ന്, ഞാൻ തൃപ്തനല്ലാത്ത കാര്യമല്ലല്ലോ. ഞാൻ തൃപ്തനല്ലാന്ന് നീ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അതൃപ്തി എവിടെയാണ് വന്നത് ഞാൻ വ്യക്തമാക്കി തരേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാനിത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മീശമാധവനെ പോലെ ഒരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർന്നില്ലേ? എൻ്റെ ഏറ്റവും നല്ല വർക്കാണതെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ തീർന്നില്ലേ? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഞാനത് തിരുത്തി പോവുകയാണ്, എന്നെ തിരുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അത് മീശമാധവൻ്റെ അകത്തുള്ള അങ്ങനെ എനിക്ക് സത്യേട്ടനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, അങ്ങനെ എനിക്ക് എല്ലാവരുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അതെല്ലാം സിനിമയുടെ മേക്കിങ്ങിൻ്റെ അകത്തുള്ള വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണത്. ഇതൊന്നും കൊണ്ടൊന്നും നമ്മളൊരു പോഡ്കാസ്റ്റിലിരുന്ന് പറയേണ്ട കാര്യങ്ങൾ പോലും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു സിനിമയുടെ ഉള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്. ആ ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പോലത്തെ തരത്തിലുള്ള അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണത് എസ്തെറ്റിക്കലി. അത് സിനിമ ഓൺ ദ ഹോൾ മീശമാധവൻ എന്ന് പറയുന്ന സിനിമേൻ്റെ എസ്തെറ്റിക്സിനെ ടോട്ടാലിറ്റിയിൽ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അന്ന് ബാധിച്ചിട്ടില്ല. അത്തരം ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന കാര്യം അത് കുറേ കാലം കഴിയുന്ന സമയത്താണ് ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് എന്ന് പറയുന്നൊരു സാധനം വരുന്ന സമയത്ത് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അത് എൻ്റെ വൈകൃതമാണെന്ന് ചിന്തിച്ചാൽ സോറി, അത് എൻ്റെ വൈകൃതമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ഇഷ്ടമില്ലെങ്കിലും പറയേണ്ടി വരുന്നത്. മനസ്സിലായി. ഇപ്പോൾ സ്വയം സംവിധാനം ചെയ്യാൻ എഴുതുന്നുണ്ടോ മറ്റു സംവിധായകർക്ക് വേണ്ടി? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്തും ഓക്കെയാണ്. എൻ്റെ കണ്ടീഷൻസിന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന സ്ഥലം എന്നുവെച്ചാൽ കാശും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊരു പടം ചെയ്യുന്നതിന് എന്നത് വേണം, നമുക്ക് ഇന്നതാണ് ഡീല്, അങ്ങനത്തെ ഓക്കെ ആവുന്ന ഏത് ഡീലും നമുക്ക് ഓക്കെയാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ വാശിയൊന്നുമില്ല. എന്തിനപ്പോൾ ഇത് അങ്ങനെ വാശിൻ്റെ ആവശ്യം? അല്ലൊരു ഡ്രീം പ്രൊജക്ടിന് വേണ്ടി എഴുതുക അങ്ങനെ ഇല്ല ഇപ്പോൾ? ഇല്ല, അങ്ങനെ ഒരു ഡ്രീം ഇല്ല എനിക്ക്. മുഹമ്മദ് നബിയുടെ ഒരു കഥ മുഹമ്മദ് നബി അല്ല കേട്ടോ, വെറുതെ പറഞ്ഞ എൻ്റെ കൈയും കാലും വെട്ടാനുള്ള പണിയാക്കല്ലേ. ഞാൻ മുഹമ്മദ് നബീൻ്റെ സിനിമ ഉണ്ടാക്കുന്നൊന്നല്ല പറഞ്ഞത്. അത് മുഹമ്മദ് നബിയുടെ കഥയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിവാദമായേക്കാവുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിലൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് ചെയ്യുന്നതിന് പ്രയാസമുണ്ട്. അതൊരു ഡ്രീം പ്രോജക്റ്റ്, ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ആ പ്രോജക്റ്റ് ഇപ്പോഴും ഉണ്ടോ?
ആ പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ തീർച്ചയായും അത് മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അറിയാത്തൊരു കാര്യം എനിക്ക് എങ്ങനെയോ വെളിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതെനിക്ക് മാത്രം മതിയോ അതോ എല്ലാവർക്കും കൂടെ കൊടുക്കണമെന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നിനു വേണ്ടി അങ്ങനെ കൂടുതലായിട്ടും ഒരു എഫേർട്ട് എടുത്ത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി ഇത് ആളൊന്നുമല്ല. വയ്യ, അത്രേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്തുകൊണ്ട്. ഒരു പരിധി വരെ നമ്മളെ വിശ്വസിക്കുകയും നമ്മളോട് ഒരു അഡ്മിറേഷനുള്ള ആൾക്കാർ, ഇയാൾ കൊള്ളാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അല്ലേ. നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കണ്ടു കഴിയുന്ന സമയത്ത് നമ്മൾ ചിരിക്കും, പരിചയമില്ലാത്ത ഒരാളെ കണ്ടു കഴിയുന്ന സമയത്ത് നമ്മൾ സംശയത്തോടു കൂടിയാണ് നോക്കുക. അപ്പോഴും ഒരിതുണ്ടാവും. സത്യത്തിൽ പരിചയമുള്ള ആൾക്കാർ തന്നെ പരിചയമില്ലാത്ത ആൾക്കാരാണ്, അത് വേറെ കാര്യം. എങ്ങനെ വേണേൽ നമുക്ക് കാണിക്കാം. ഞാൻ നന്നായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ നല്ല മനുഷ്യരാണെന്നാണ് പൊതുവേ സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. പഠിച്ചിട്ടൊരു സമൂഹത്തിന് വേണ്ടി നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ബിഹേവ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് അതൊന്നൊരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നീ വിചാരിക്കും ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഓ എന്തൊരു നല്ല മനുഷ്യനാണ് നീ വിചാരിക്കുക. അത് സമൂഹത്തിൻ്റെ പരിമിതികൾ, എൻ്റെ പരിമിതിയല്ല. അഭിനയിക്കില്ല ഒരിക്കലും. അങ്ങനെയല്ല, അഭിനയിക്കേണ്ട ആവശ്യമില്ല. അഭിനയിക്കേണ്ടത് ബാധ്യതയാണ്. നമുക്ക് എന്തെങ്കിലും മറച്ചു വെക്കാണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് എന്തിനാ മറച്ചു വെക്കാനുള്ളത്? നീ എന്നെ തിരുത്തിക്കോ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇനി നിൻ്റെ ക്രിറ്റിസിസത്തിന് എനിക്ക് പേടിയില്ല. നീ വിമർശിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നോട് പ്രശ്നമൊന്നുമില്ല. എടുക്കേണ്ടത് ഞാൻ എടുക്കും. എല്ലാത്തിനും ഞാൻ പ്രകോപിതനാവുന്നില്ല, എല്ലാത്തിനും ഞാൻ എടുക്കണമെന്നും വിചാരിക്കുന്നില്ല, എടുക്കണ്ടെന്നും വിചാരിക്കുന്നില്ല. ഞാൻ ഓപ്പണാണ്. ഇപ്പം എന്താ മനസ്സിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് ഇപ്പം എന്താ മനസ്സിൽ, എന്താ വിഷയമാണ് മനസ്സിലുള്ളത്? അല്ല, ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വയം സംവിധാനം ചെയ്യാൻ ഞാൻ ഒരു പടം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു പടം എഴുതുന്നുണ്ട്. അതിപ്പോൾ അനൗൺസ് ചെയ്തിട്ടോ പരിപാടികളോ നമ്മളതിൻ്റെ കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല. അതുകൊണ്ട് അതിപ്പോൾ പറയാൻ ചെറിയൊരു ഇതുണ്ട്. ഞാൻ ആ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടം ഞാൻ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടവും ആ കൂട്ടത്തിൽ ഉണ്ട്. അങ്ങനെ 2 പടങ്ങളുടെ ഇതുണ്ട്. അപ്പോൾ ഇത് ഏതാണ് ഡേറ്റ് നമുക്ക് വരുന്നത്, എങ്ങനെയാണത് റെഡിയാവുന്നത്, സെറ്റാവുന്നുള്ളതനുസരിച്ച് ഏതിലേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. 2ഉം കഥകളായിട്ടുണ്ട്. 2ഉം ഞാൻ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ടൈപ്പ് സിനിമകളാണ് അത് 2ഉം. ഇപ്പോൾ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായകൻ നായികമാരൊക്കെ ആയോ? അതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും പറയാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ. സിനിമ എന്ന് പറയുന്നത് കോടികൾ മുടക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അപ്പോൾ പുതിയ ആക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇവർ ചോദിക്കും, ഇപ്പോൾ ആ സിനോപ്സിസ് ഒരു വരി ഒന്ന് എഴുതി നിങ്ങൾ അയച്ചു തരാൻ പറയും. ഒരു ഡിജിറ്റൽ ഇത്, ആ ഒരു വരിയാ സിനിമ അല്ലേ. അതാണ് അതിൻ്റെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വരി വേറൊരാൾക്ക് കിട്ടിയ അയാൾക്ക് ഒരു സിനിമ ഉണ്ടാക്കുക. ആ ഒരു വരിയാണ് സിനിമ. അതൊരു സിനോപ്സിസൊക്കെ എഴുതിയിട്ട് ഇമെയിലോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് അത് ഒരു 10 ആൾക്കാരുടെ അടുത്ത് ഇയാൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വായിച്ചു നോക്കുക. ഇതൊക്കെ ഇപ്പോൾ സിനിമയോട് ചെയ്യുന്ന ക്രൂരതയാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ ആ ഒരു വരീൻ്റെ മുകളിലാണ്. ആ ഒരു വരിക്ക് ഒരു വിലയില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആ സിനോപ്സിസ് ഇങ്ങോട്ട് അയച്ചേക്കുന്നു. അല്ലെങ്കിൽ ഒരു പുതുതായിട്ടുള്ളൊരു നടൻ അത് നമ്മളൊന്ന് കണ്ടിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ കാണുന്നതിന് മുമ്പ് ആ സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതല്ലേ സിനിമ. അതിന് ആ ഒരു വരീനെ ബേസ് ചെയ്തല്ലേ സിനിമ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു വിലയില്ലേ. അത് ഉണ്ടാക്കിയിട്ട് വാട്സപ്പിൽ ഉണ്ടാക്കി ആർക്ക് വേണേൽ അയച്ചു കൊടുക്കുക, നിങ്ങൾ 10 ആളുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഒരു കാലത്ത് ഒരു പ്രൊഡ്യൂസർ ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ആ പ്രൊഡ്യൂസറോട് ചെയ്യുന്ന തെറ്റല്ലേ അത്, ഈ സിനോപ്സിസ് അയച്ചു കൊടുക്കൽ. ഇപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചോ, നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു വലിയ പ്രശസ്തനായ ഒരു ഹിറ്റ് പടം എഴുതിയിട്ടുള്ള ഒരു തിരക്കഥാകൃത്ത്, ഒരു കൊള്ളാവുന്ന ഒരു ഡയറക്ടറും കൂടി ആയിട്ട് ഒരു പടം പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ക്രിപ്റ്റ് ഇനി വായിക്കാൻ ആരും ബാക്കിയില്ല സിനിമയിൽ. സകലമാന ആൾക്കാർ ആ സ്ക്രിപ്റ്റ് വായിച്ച് ഇനിയിപ്പോൾ ആരൊരാൾ ചെയ്യാൻ പോകുന്നുണ്ട് അത്രേ. ആ ചെയ്യുന്ന ആളോട് കാണിക്കുന്ന എന്തൊരു വലിയ ക്രൂരതയാണത്. ഇതിൻ്റെ അകത്തുനിന്ന്, ആ സീനിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ഇൻസ്പിറേഷനൊക്കെ പലരും ഉരുവി പല സ്ഥലത്ത് എടുത്തു പോയിട്ടുണ്ടാവും. അതുപോലെയല്ല ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും ഒക്കെ ആയിട്ട് എടുത്തു പോയിട്ടുണ്ടാവും. ഇതിനൊരു വിലയില്ലാതെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനൊന്നും, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നിൻ്റെയും വില അറിഞ്ഞുകൂടായിരിക്കും. ഒരു സിനോപ്സിസ് ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ എന്താ എന്നാണ് അവർ ചിന്തിക്കുന്നത്. തെറ്റല്ലേ അത്? അപ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് ആ സിനോപ്സിസിനൊക്കെ. അത് വേണ്ടവരടുത്ത് വേണ്ട സമയത്തേ പറയാൻ പാടുള്ളൂ. അയാളോട് ചോദിച്ചാൽ കഥ ചോദിച്ചാൽ അയാൾ കഥ പോലും പറയില്ല. എന്നിട്ട് വഴി കൊണ്ട് പോകുന്ന ആൾക്കാരോട് മുഴുവൻ പറയാനുള്ളതാണോ സിനിമയുടെ കഥ, നമ്മളെടുക്കാൻ പോകുന്ന സിനിമയുടെ കഥ? അതാണ് അതിൻ്റെ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ആ സിനിമയ്ക്ക് അകത്തുള്ള മണിരത്നം പടം എടുത്തോ, ശങ്കർ പടം എടുത്തോണ്ടിരിക്കുമ്പോൾ അതിലൊരു സ്റ്റിൽ ഷോട്ട് പുറത്തു വിടില്ലല്ലോ. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. അന്നേരം ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആൾക്കാരോ പറയാം, നിങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്തെടുത്ത് അങ്ങോട്ട് ഇമെയിൽ അയച്ച് തന്നേക്കുന്നു. എന്നിട്ട് ഇവരിത് 10 ആൾക്ക് വായിക്കാൻ കൊടുക്കുകയാണ്. സ്വന്തം വായിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇവരൊക്കെ എന്തിന് നടന്മാരാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരാണെന്ന് പറഞ്ഞിട്ടോ നടക്കുന്നത്? വേറെ 4 ആൾ വായിച്ചിട്ട് വേണം അഭിപ്രായം അറിയാൻ. നിങ്ങൾക്കൊരു അഭിപ്രായം വേണ്ടല്ലേ, പിന്നെ ഈ പണിക്ക് എന്തിനാണ് നിൽക്കുന്നത്?
ഇവിടുത്തെ എല്ലാവരും ചെയ്യുന്നതല്ലേ. ഒരു സ്ക്രിപ്റ്റ് കിട്ടി 4 ആൾക്കുണ്ട് വായിപ്പിച്ചിട്ട് അഭിപ്രായം പറയുകയാണ്. ഈ ആക്ടേഴ്സ് ഒന്നും വായിക്കുന്നതന്നെ അത്. എന്നിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതനുസരിച്ച് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് 200 പടത്തിൽ 198 പൊട്ടപ്പടം ഇറങ്ങുന്നത്. അതിൻ്റെ കാരണം അതാണ്. ഗൗരവമില്ല, അതിൻ്റെ വിഷയത്തിനെ പറ്റി അവർ ചിന്തിക്കുന്ന പോലുമില്ല. സിനാപ്സിസ് ഒരു വരിയിൽ നിങ്ങളൊന്ന് അയച്ചു തന്നേന്ന്. ഒരു വരിയിൽ ഒരു സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. അത് സിനിമയുടെ ഐഡൻറ്റിഫിക്കേഷനാണ്. അത് കൊള്ളാവുന്ന ഒരു എഴുത്തുകാരന് മാത്രമേ തൻ്റെ സിനിമയുടെ കഥ ഒരൊറ്റ വരിയിൽ പറഞ്ഞ് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വരിയിൽ സിനിമയുണ്ട്. ആ ഒരു വരി കാണുമ്പോൾ ടക്കെന്ന് കത്തണം. വേണ്ടേ? ആ സാധനമാണ് നാട്ടുകാർ കാണിക്കാൻ കൊടുക്കണ്ടേ, അയച്ചു കൊടുക്കണ്ടേ. അത്രയ്ക്ക് ഗൗരവമില്ല. നാട്ടിൽ വിവരം എന്ന് പറയുന്നില്ല ആൾക്കാർക്ക്. അതാണ് പ്രശ്നം. എനിക്കങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്യുന്ന സിനിമ നന്നാവണം എന്നുള്ളതാണ് എൻ്റെ നിർബന്ധം. ചെയ്യുന്ന സിനിമയല്ല, ചെയ്യുന്ന പ്രവൃത്തികൾ. ലോകത്തോട് രമണ മഹർഷി പറയുന്ന പോലെ ലോകത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ചുമ്മാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നിനക്ക് ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം പരമാവധി കുറച്ച് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പോയാൽ ലോകത്തിനും നല്ലതാ, നമുക്കും നല്ലതാ. വെറുതെ എന്തിനാണ് നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് കണ്ട അതും ഇതൊക്കെ വാരി വലിച്ചു കൂട്ടി വെക്കുന്നത്. മക്കളില്ലെങ്കിൽ ഇല്ലെന്നൊറ്റ ദുഃഖമേ, മക്കളുണ്ടെങ്കിൽ മക്കൾ പിഴക്കെ പെരുകുന്നിതാധി എന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരിയുണ്ടല്ലോ. അതേപോലെ നമ്മുടെ സിനിമകൾ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. അതിന് പിന്നെ ഉണ്ടാക്കി തണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. വെറുതെ ആൾക്കാരെന്തിനാണ് ജീവിച്ചിരുന്നു എന്നതിന് അടയാളമായിട്ടൊരു 3-4 തൂവലുകൾ കൊഴിച്ചിട്ട് പോകണം, അത്രയേ ഉള്ളൂ. ആൾക്കാർ നമ്മുടെ വർക്കിൻ്റെ പേരിൽ നമ്മളെ ഓർക്കണം. ഓർക്കുന്നേരം നല്ല ഓർമ്മകളായിരിക്കണം. അല്ലാതെ ഞാൻ 4 കാശുണ്ടാക്കാൻ വേണ്ടി കാശ് കിട്ടണം കേട്ടോ. അല്ലാതെ കാശ് കിട്ടാത്തതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ പറ്റാത്തത്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുകയാണ്. കാരണം ഫൈനാൻഷ്യലി സിനിമ വയബിൾ ആവുന്നില്ല. ഞാൻ പറഞ്ഞ ഈ കാരണം കൊണ്ടാണ് നമുക്ക് 2-3 കൊല്ലം കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായില്ലേ? ചില സിനിമ ഏതോ ഒന്നും കിട്ടൂല, പൈസ ഒരു പൈസയും കിട്ടിയിട്ടുണ്ടാവില്ല. കാണുന്ന ആൾക്കാരെ വിചാരം വലിയ സിനിമക്കാരനാണ്, മറ്റേയാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സർവത്തിന് 10 രൂപയാണെങ്കിൽ നമ്മൾ പോയാൽ 15 രൂപ വാങ്ങും. അതാണ് നാട്ടുകാർ നമ്മളോട് എടുക്കുന്ന നിലപാട്. കാരണം അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും മമ്മൂക്കയുടെ പോലെ ലാലേട്ടൻ്റെ മാതിരിയൊക്കെ എല്ലാവരും ഭയങ്കര വെൽ ഓഫാണ് അതിൻ്റെ അകത്തു നിന്നാണ് എല്ലാവരുടെയും വിചാരം. അത് ആ നിലയ്ക്കാണ് സമൂഹം നമ്മളോട് പെരുമാറുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് കാര്യത്തിന് വെറുതെ വേറെ എന്തെങ്കിലും പണിക്ക് വയ്ക്കുന്നത്, ഇതിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പണിക്ക് നിന്നിട്ട് കാര്യമില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ആക്ടറാവണം. ആക്ടറായ പോലെ എല്ലാ ആക്ടേഴ്സിനും ഇല്ല കേട്ടോ. സക്സസ്ഫുള്ളായിട്ട് സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറായി മാറണം. നിങ്ങളുടെ പേര് പറഞ്ഞാൽ പടം നടക്കണം, എന്നാൽ കാശ് കിട്ടും. അല്ലാതെ എല്ലാവരുടെ കാര്യം കണക്കാണ്. ഇൻഡസ്ട്രി ഇത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡേ ടു ഡേ ലൈഫിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതിൽ വരുന്ന സമയത്ത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.